ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മളെല്ലാവരും കൂടിയിട്ട് പൊന്മുടി വരെ പോകുവാണ്. ഒന്നുമല്ല, നമ്മളെല്ലാവരും കൂടിയിട്ട് വീട് വരെ പോകുന്നു. വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അവരൊക്കെ കൂട്ടി അനിയത്തിയും അമ്മയും ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പൊന്മുടി പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഉണ്ട് വെച്ചു. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങിക്കൊണ്ടുപോകാം. ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി അനിയത്തിയും ഉമ്മാനെയൊക്കെ കൂട്ടി നമ്മളിനി പൊന്മുടിയിലേക്ക് പോവാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് പൊന്മുടിയിലേക്ക് പോകുന്ന റോഡ് ക്ലോസ് ആണ്. അവിടെ റോഡ് പണി എന്തോ നടക്കുവാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പൊന്മുടിയിലേക്കുള്ള ദൂരം 1 മണിക്കൂർ 28 മിനിറ്റാണുള്ളത്. പൊന്മുടി പോകുന്ന വഴിക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അത് കല്ലാറാണ്. കല്ലാറ് എത്തിയിട്ടുണ്ട്. മുന്നേ വരുന്ന സമയത്ത് നമുക്കിവിടെ ഇറങ്ങാൻ അലൗഡായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഡേഞ്ചറസ് സ്പോട്ടാണ്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. നല്ല ആഴമുള്ള സ്ഥലമാണ് ഇവിടെ. മീൻമുട്ടി വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ. വന്നിട്ടാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. ഇവിടെ റൈറ്റ് നമ്മളിപ്പോൾ മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി ഒരു അരുവിയുണ്ട്. നമ്മൾ അരുവിയിലേക്കാണ് പോകുന്നത്. കുറച്ച് ദൂരം ഓഫ് റോഡ് പോലാണ്. നമുക്ക് ഈ ഉള്ളിലോട്ട് കയറാൻ പറ്റും. അങ്ങനത്തെ ഒരു റോഡാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് അവിടെ ഉണ്ട്. പക്ഷേ ടെമ്പോ പാർക്കിംഗ് ആണ്. നമുക്ക് 2 വീലറും കാറും ഒക്കെ ഇവിടെയാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇതാണ് ആ കാണുന്ന അരുവി. ഇവിടെ എത്തുമ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് നല്ലോണം അടിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളൊരിക്കലും കല്ലാറ്റിൽ ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് വന്നതല്ല. പക്ഷെ പൊന്മുടി പോകുന്ന വഴിക്കാണ് കല്ലാറ്. അപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ട് പോകുന്നേറ്റി. പിന്നെ ഒത്തിരി ടൈം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പൊന്മുടി കയറാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ കല്ലാറ്റിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഏകദേശം 1 മണിക്കൂർ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. ഏകദേശം ഉച്ചയോടടുത്ത് 2 മണിയൊക്കെ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് പോകുന്നത്. ഫുഡെല്ലാം വീട്ടിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ട് വന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടുന്നു. അപ്പോൾ ഇവിടെ പേഴ്സണലാണ് തോന്നുന്നു ഇവിടെ ഇരിക്കാം. നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കല്ലാറ്റിൽ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ കല്ലാറിൽ നിന്നും നമ്മൾ നേരെ പൊന്മുടിയിലേക്ക്. ഇവിടെ കേബിൾ കാറും അങ്ങനെ എന്തോ സെറ്റപ്പാണ്. പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ പൊന്മുടിയിലേക്ക് ഉള്ള ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രൻസ് ഫീസ് ഉണ്ട്. ഇതൊക്കെ പൊന്മുടി ഹൈ റേഞ്ചിലെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് വരുന്ന വണ്ടികളാണ്. ഹെയർ പിൻ വളവ് കഴിഞ്ഞേക്ക് നമുക്ക് റോഡിൽ കാണാൻ കഴിയും. കുട്ടികളൊക്കെ കണ്ടില്ലേ? കേവന്മാരൊക്കെയാണ് ഇവിടെ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസിന്റെ ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ്
22 ഹെയർ പിൻ ബെൻസ് ഉണ്ട് ഇവിടെ. ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് തേയില കൃഷിയാണ്. നമ്മൾ 22 ഹെയർ പിന്നിൽ 16 ഹെയർ പിന്നായിരിക്കുന്നു. നല്ല ഉച്ച സമയമായതുകൊണ്ട് തന്നെ അധികം കോടയില്ല. പക്ഷെ രാവിലെയൊക്കെ വരുവാണെങ്കിൽ റോഡൊക്കെ മഞ്ഞ് മൂടിയിട്ട് അധികം കാണാൻ പോലും പറ്റാത്ത ആ ഒരു. ഇവിടെ ടോപ്പിലെത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ കുറച്ച് തട്ടുകടകളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ട ബസ് ഇതാ വഴിയരികിലൊക്കെ ഇങ്ങനെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വെച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു, തണുപ്പും. പിന്നെ ഹൈ റേഞ്ച് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ചെവിയൊക്കെ ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോണിനൊന്നും അധികമല്ല, ഒട്ടും റേഞ്ച് ഉണ്ടാവില്ല. എല്ലാവരുടെ ഫോണും സിഗ്നൽസൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു. തിരക്കുണ്ട്, അധികം ഇല്ലെങ്കിൽ പോലും ഉച്ച സമയമാണ്, നല്ല ഉച്ച സമയമാണ്. എന്നിരുന്നാലും പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് നടക്കാം. ഇവർ രണ്ടാളും കൂടിയിട്ട് റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ടായിരുന്നു. നമുക്കിനി മുന്നേ വണ്ടിയിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് വരാം. വന്നിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ കല്ലാറ്റിലും കൂടി ഇറങ്ങി കയറിയപ്പോഴത്തേക്കും നല്ല. ഇനി നമുക്ക് മറ്റേ ആ വൈറൽ സംഭവം ഒന്ന് റെഡിയാക്കാം. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി. നല്ല വൈബാണ്. ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഇനി അധികം നിൽക്കുന്നില്ല. ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴെപ്പാകത്ത് എത്തണ്ടേ. വരുന്ന വഴിക്ക് ഇവരുടെ ഇറാനി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം.